നാം സൗരയൂഥത്തിലെ അംഗമായ ഭൂമിയിലാണ് ജീവിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം? അതെ, സൗരയൂഥം എന്ന് പറയുന്നത് ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഗാലക്സിയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഗാലക്സി? യെസ്, ഗ്രാവിറ്റിക്ക് വിധേയമായി ഒരു കോമൺ സെന്ററിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കായ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഹയർ മാസ് ഉള്ള സിസ്റ്റം അഥവാ വ്യൂഹങ്ങളാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. സ്റ്റാർസിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതുപോലെ സ്റ്റാർസിന്റെ ലെഫ്റ്റ് ഓവർ റിമെയിൻസും നെബുലാസും ഒപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം തന്നെ ഈ ഗാലക്സികളുടെ ഭാഗമാണ്. പാല് പോലുള്ള എന്ന അർത്ഥം വരുന്ന ഗാലക്സിയാസ് എന്ന വാക്കിൽ നിന്നാണ്, ഇതൊരു ഗ്രീക്ക് വാക്കാണ് കേട്ടോ, ഈ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഗാലക്സി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും ഈ ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗാലക്സി എന്ന് പറയുന്നത് രണ്ട് ഇരത്താളങ്ങൾ ചേർത്ത് വച്ചതുപോലെ ഒരു ഡിസ്കിന്റെ ആകൃതിയാണുള്ളത്. ഇനി ഒരു എക്സൈറ്റിംഗ് ആയ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഈ ഒരു ഗാലക്സി അതിന്റെ ഒരു കറക്കം പൂർത്തിയാക്കാനായിട്ട് ഏകദേശം 23 കോടി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നതിന്റെ സെന്ററിൽ ഹയർ മാസ് ഉള്ള ഒരു തമോദ്വാരം അഥവാ ബ്ലാക്ക് ഹോൾ ഉള്ളതായി അനുമാനിക്കുന്നു. ആകാശഗംഗയെ നമ്മള് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ആകാശഗംഗയ്ക്ക് ക്ഷീരപഥം എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കാരുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ആകാശഗംഗയ്ക്ക് പുറത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏതാ നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. 2 ക്ലൂസ് തരാം കേട്ടോ മിസ്. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മിൽ നിന്നും ഏറ്റവും അകലെയുള്ള വസ്തു ഈ ഒരു ആൻസർ ആണ് കേട്ടോ. അതുപോലെ ഈ പറയുന്ന ആകാശഗംഗയ്ക്ക് പുറത്ത് നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന ഈ ഒരു ഗാലക്സിയിലേക്ക് ഏകദേശം 23 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആണ് ദൂരം. ഒരു ക്ലൂ കൂടെ പറയാം, ഇതിന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്ററിലാണ് കേട്ടോ. അപ്പോ ഒരു ക്ലൂ കൂടി പറയണോ? യെസ്, ഇറ്റ്സ് എ സ്പൈറൽ ഗാലക്സി ആൻഡ് അതുപോലെ ഇറ്റ് അപ്പിയർ ടു ദ നേക്കഡ് ഐ ആസ് എ ഫിസി ഓവൽ പാച്ച് ഇൻ ദ കോൺസ്റ്റലേഷൻ. അപ്പോ ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമുക്ക് അതിന്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോ നിങ്ങൾക്കിപ്പോ ഈ പറയുന്ന യൂണിവേഴ്സ് പ്രപഞ്ചം ഒരു മഹാത്ഭുതം എന്ന ചാപ്റ്ററിനെ കുറിച്ചും ആ ചാപ്റ്ററോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് പഠിച്ചാൽ മാത്രം പോരാ കേട്ടോ, ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ചൊരുങ്ങാനും മറക്കരുത് കേട്ടോ.